ഹായ് ഹലോ എവരി വൺ. എൻലേൺ അക്കാഡമിയുടെ ക്വിക്ക് ലേൺ സീരീസിലെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ജെനറ്റിക്സ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ബയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ബാക്ടീരിയൽ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CSIR 2022 ജൂൺ 2nd ഷിഫ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ നമുക്ക് ബാക്ടീരിയൽ ജെനറ്റിക്സ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഏരിയ നോക്കുമ്പോൾ നമുക്കറിയാം അത് 3 പ്രോസസ്സുകളാണ് മെയിൻലി നടക്കാറുള്ളത്. ഒന്ന് കോൺജുഗേഷൻ, പിന്നൊന്ന് ട്രാൻസ്ഫോർമേഷൻ, പിന്നെ ട്രാൻസ്ഡക്ഷൻ. ഓക്കെ, ഈ 3 പ്രോസസ്സുകളാണ് മെയിൻലി ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 പ്രോസസ്സുകളൊന്ന് ബ്രീഫായിട്ട് നോക്കാം. കോൺജുഗേഷൻ്റെ കേസ് പറയുമ്പോൾ 2 ബാക്ടീരിയൽസ് തമ്മിൽ ക്ലോസ് കോൺടാക്ട് വന്നിട്ട് ഒരു ഏരിയയിൽ കൂടെ അവരുടെ ഒരു സെഗ്മെൻറ്റ് ഓഫ് DNA ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മളിപ്പോൾ ട്രാൻസ്ഫോർമേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു ബാക്ടീരിയയുടെ പുറത്ത് ഒരു ഫ്രീലി ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് ഓഫ് DNA ഉണ്ടെങ്കിൽ അത് ഒരു റിസപ്റ്റർ സൈറ്റിലോട്ട് ഒന്ന് ബൈൻഡ് ചെയ്തിട്ട് അതകത്തോട്ട് കടക്കുകയും അങ്ങനെ കടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹോസ്റ്റിൻ്റെ ക്രോമസോമിലോട്ട് അത് വന്ന് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ റെപ്ലിക്കേഷൻ നടന്ന് പുതിയൊരു ട്രാൻസ്ഫോംഡ് സെൽ ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളെ അറിയാം. അതായത് ബാക്ടീരിയ ഫേജ് എന്ന് പറയുന്ന വൈറസുകളുണ്ട്. അങ്ങനെ വൈറസുകൾ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയ ഫേജിൻ്റെ ജനറ്റിക് കോമ്പണൻറ്റ് ബാക്ടീരിയയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ റെപ്ലിക്കേഷനായിട്ട് ഹോസ്റ്റിൻ്റെ അതായത് ബാക്ടീരിയയുടെ ജനറ്റിക് സെഗ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ റെപ്ലിക്കേഷൻ നടക്കുകയും ആ പുതിയ ബാക്ടീരിയ ഫേജുകൾ ആ സെഗ്മെൻറ്റ് ഓഫ് DNA ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു DNA സെഗ്മെൻറ്റ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അത് ആ ബാക്ടീരിയയിൽ നിന്ന് ലൈസ് ഔട്ട് ടൈപ്പായി പുതിയൊരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രീവിയസ്ലി അക്വയർഡ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നുള്ള ആ ഒരു ജനറ്റിക് സെഗ്മെൻറ്റും കൂടെ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ കോൺജുഗേഷൻ ഒന്നുകൂടെ ഡീപ്പായിട്ട് നോക്കുമ്പോൾ നമുക്ക് ബാക്ടീരിയൽ സെല്ലുകളിൽ നമുക്കറിയാം F+ സെല്ലുകളുണ്ട്, F- സെല്ലുകളുണ്ട്. ഓക്കെ, F+ സെൽ എന്ന് പറയുമ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഓഫ് DNA ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ F+ സെല്ലുകളാണ് വിളിക്കുന്നത്. അതില്ലാത്തവരെ നമ്മൾ F- സെല്ലുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സുകൾ കോൺജുഗേഷൻ വഴിയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ F ഫാക്ടറുകൾ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസുകൾ ഉണ്ടാക്കുന്ന കോൺടാക്ട് സൈറ്റുകൾ, ആ കോൺടാക്ട് സൈറ്റുകൾ നമ്മൾ F പൈലസ് അല്ലെങ്കിൽ സെക്സ് പൈലസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു സെഗ്മെൻറ്റിൽ കൂടെ ആയിരിക്കും അവിടെ ആ DNA ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ F+ സെല്ലുകൾ F ഫാക്ടറുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ F ഫാക്ടറുകൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിപ്പെടുകയും ഒരു സിംഗിൾ സ്റ്റാൻഡ് ഓഫ് DNA ആയിരിക്കും പുതിയ ബാക്ടീരിയയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആ ബാക്ടീരിയയിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ 2 F+ സെല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു F+ സെല്ലും ഒരു F- സെല്ലും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പുതിയ F+ സെല്ലുകളായിരിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് HFR എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കണം. അതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ബാക്ടീരിയൽ നോക്കുമ്പോൾ അതിൻ്റെ ബാക്ടീരിയൽ ക്രോമസോമിലോട്ട് ആ F ഫാക്ടറുകൾ വന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു HFR സെല്ലിനായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആ ഒരു HFR സെല്ല് നമ്മളൊരു F- സെല്ലുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ആ ക്രോസിങ് നടന്നു കഴിഞ്ഞിട്ട് റെപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് ഒരു HFR സെല്ലും ഒരു F- സെല്ലും തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഒരു F+ ഒരു F- കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 2 F+ ആണ് വരുന്നത്. ബട്ട് ഒരു HFR ഒരു F- കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റിൽ ഒരു HFRഉം ഒരു F- ആയിട്ട് തന്നെ സ്റ്റിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ കേസിൽ നമുക്ക് ഒരു ബാക്ടീരിയയുടെ ചില ജീനുകൾ എവിടെയാണ് ഏത് ലോക്കസിലാണ് ഉള്ളതെന്ന് മാപ്പ് ചെയ്യാനായിട്ട്, അതായത് ജനറ്റിക് മാപ്പിംഗ് ബാക്ടീരിയയിൽ നോക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റഡ് മേറ്റിംഗ് ടെക്നിക്കാണ്. ഓക്കെ, ഇൻറ്ററപ്റ്റഡ് മേറ്റിംഗ് ടെക്നിക്ക്, അതായത് ഒരു F+ സെല്ലും ഒരു F- കൂടെ നമുക്ക് ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു HFR ഒരു F- കൂടെ ഒരു സാമ്പിൾ ഇട്ടിട്ട് ക്രോസിങ് നടത്തിയിട്ട് ആ ഇടയ്ക്കിടയ്ക്ക് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ പല ഇൻ്റർവെൽസിൽ ആ ട്രാൻസ്ഫർ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ആ കൾച്ചറിൽ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ആ ക്രോസിങ് ടെർമിനേറ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ആ സ്പെസിഫിക് ടൈം പീരീഡ്സിൽ അതിന് ടെർമിനേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ജീനുകൾ അത്രയും നേരത്തിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് നോക്കുന്നതാണ് ഈ ഇൻറ്ററപ്റ്റഡ് മേറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമുക്കൊരു ഈക്കോളൈ സെഗ്മെൻറ്റ് നമുക്കറിയാം. ഈ A, B, C എന്ന് പറയുന്ന കുറച്ച് സെഗ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ABCD എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രാൻസ്ഫിറ്റ് നടക്കുകയാണെങ്കിൽ ആദ്യം എ ആയിരിക്കും പുതിയ സെല്ലിൽ ഉണ്ടാകുന്നത്. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ ക്രോസിംഗ് ഓവർ നിർത്തിയാൽ ബി കയറില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ഈ ടൈം എത്തുമ്പോൾ ക്രോസ് ചെയ്താൽ എയും ബിയും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇൻറ്ററപ്റ്റഡ് മേറ്റിംഗ് ടെക്നിക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പല HFR സ്റ്റൈലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു F- ആയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു HFR സ്റ്റൈൻ F- ആയിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനെ ത്രിയോണിൻ, ലൂസിൻ, അസി, ടൺ, പ്രോ, ലാക്ക്, ഗ്യാല്, തൈ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഓർഡർ ഓഫ് ജീൻസ് ഈ ഒരു ഓർഡർ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ HFR സ്റ്റൈൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഒറിജിൻ ഓഫ് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ഒറിജിൻ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എഫ് ഫാക്ടർ വേറൊരു അല്ലെങ്കിൽ ഒരു HFR സെല്ല്, ഒരു HFR ജനറ്റിക് സെഗ്മെൻറ്റ് വേറൊരു സെല്ലിലോട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒറിജിൻ ഓഫ് ട്രാൻസ്ഫർ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് വേറൊരു സെല്ലിലോട്ട് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒ എന്ന് പറയുന്നത്, അതായത് ഒറിജിൻ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും എപ്പോഴും ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ പുറകിലിരിക്കുന്ന ഓർഡറിലിരിക്കുന്ന ജീനുകളായിരിക്കും ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ എച്ച് സ്ട്രെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ HFR സ്ട്രെയിൻ H നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രിയോണിൻ, ലൂസിൻ, അസി. അപ്പോൾ അതായത് ഇവിടെ നിന്നാണ് ഒറിജിൻ ഓഫ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ വന്നിരിക്കുന്നത് ത്രിയോണിന്, ലൂസിന്, അസി, ടണ്ണ്, പ്രോ അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഓർഡർ ഓഫ് ജീൻസ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് HFR സ്ട്രെയിൻ 1 നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൂസിൻ, ത്രിയോണിൻ, തൈമിൻ, ഗ്യാല്, ലാക്ക്, പ്രോ, ടൺ, അസി അങ്ങനെയാണ് ഒക്കെ ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഓർഡർ ഓഫ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ജനറ്റിക് മാപ്പിംഗ് കണ്ടുപിടിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മീറോസൈഗോട്സ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ബാക്ടീരിയാസ് എഫ് ഫാക്ടർ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ HFR സെല്ലുകൾ അവർ തമ്മിൽ തന്നെ ആ ഒരു ജനറ്റിക് സെഗ്മെന്റ് തന്നെ ഒന്ന് റീകമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു എക്സിഷൻ നടന്നിട്ട് അത് വേറൊരു സെഗ്മെന്റായിട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്നതിനാണ്. അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ക്രോമസോമിൻ്റെ കുറച്ച് സെഗ്മെന്റ് ഓഫ് DNA കൂടി ഈ ഫെർട്ടിലിറ്റി ഫാക്ടറിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ പുതിയ സെല്ലിനെ നമ്മൾ F- സെല്ലുകളാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ F- സെല്ലുകൾ ഒരു F- സെല്ലുകൾ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു മീറോസൈഗോട്ടായിരിക്കും. അതാണ് മീറോസൈഗോട്ട് എന്ന് ഓർത്തിരിക്കുക. പിന്നെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 4 ഡിഫറെൻറ്റ് HFR സ്ട്രെയിൻസ് F- സെല്ലുമായിട്ട് ക്രോസ് ചെയ്തിരിക്കുക. അപ്പോൾ എന്നിട്ട് പല സമയങ്ങളിൽ നമ്മൾ ഈ ട്രാൻസ്ഫർ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സെഗ്മെൻറ്റുകൾ നമ്മൾ നോക്കുക. നമുക്ക് ജീനുകൾ ഏതൊക്കെ കയറിയിട്ടുണ്ടെന്ന് നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു HFR 1 നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ട്രാൻസ്ഫർ ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ട്, കാരണം നമ്മൾ റീകോളെ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലുകൾ മെയിൻലി സർക്കിൾ ആയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്, നമ്മൾ സർക്കിൾ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ മെത്തിയോണിൻ ഇവിടെ 15 മിനിറ്റ്സിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ത്രിയോണിൻ എന്ന് പറയുന്നത് THR ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ടൈം ഡിഫറൻസ് നമ്മൾ അവരെ നോട്ട് ചെയ്തിട്ട് ആ ഡിഫറൻസ് ആയിരിക്കും ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, മെത്തിയോണിനും ത്രിയോണിനും തമ്മിൽ ഇവിടെ 15ഉം 30ഉം തമ്മിലുള്ള, അപ്പോൾ അവർ തമ്മിലൊരു 15 മിനിറ്റ്സിന് ഡിഫറൻസ് ഉണ്ട്. ത്രിയോണിനും ഫിനാലലാനും തമ്മിൽ 30-42 ആണ്. അപ്പോൾ ഇവിടെ 12ന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിനാലലാനും MAL എന്ന് പറയുന്ന ഒരു ജീനുമായിട്ട് 42ഉം 57ഉം ആണ്. അപ്പോൾ ഇവിടെ 15ന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അതിപ്പോൾ കയറിയിരിക്കുന്നത് ഇങ്ങനെയാണ് കയറിയിരിക്കുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കൂടെ പറഞ്ഞിരിക്കുന്നത് മാല് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് HFR 2ന്റെ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഹിസ്റ്റഡിനാണ്. ഹിസ്റ്റഡിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഹിസ്റ്റഡിൻ, ഇവിടെ മാല്, ഇവിടെ ഫിനൈലലാനിൻ, ത്രിയോണിൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ HFR നോക്കുമ്പോൾ അവിടെ മാലിൽ 77ലും അതിന് മുന്നേ കയറിയിരിക്കുന്ന ഹിസ്റ്റഡിൻ 60ലുമാണ്. അവർ തമ്മിലൊരു 17ന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഹിസ്റ്റഡിനും തൈമിനും തമ്മിൽ 51ന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് 16, 51 ആണ്. അപ്പോൾ ഒരു 9ന്റെ ഡിഫറൻസ് ഉണ്ട്. അവർ തമ്മിൽ 9ന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ തൈമിനും ബയോട്ടിനും തമ്മിൽ ഒരു 1ന്റെ ഡിഫറൻസ് ആണുള്ളത്. ഓക്കെ, 1 ഇവിടെ തൈമിൻ, ഇവിടെ ബയോട്ടിനാണ്. അപ്പോൾ ഇവിടെ ഒരു 1ന്റെ ഡിഫറൻസ് ആണ് വഹിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ നമുക്ക് നോക്കുമ്പോൾ
സിസ്റ്റീൻ, ഫിനൈലാലനൈൻ, ഹിസ്റ്റഡിൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഫിനൈലാലനൈനും ഹിസ്റ്റഡിനും നമുക്കറിയാം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 32 ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവിടെ 26 കഴിഞ്ഞിട്ട് കയറിയിരിക്കുന്നത് 58-ലാണ്. ഓക്കെ, അപ്പോൾ ആ 58-ഉം 26 തമ്മിൽ 36 ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ഇവിടെ 16 കയറിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആ 16-ഉം ഫിനൈലാലനൈനും തമ്മിൽ 16 ഡിഫറൻസ് ഉണ്ട്, 16 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ഫിനൈലാലനൈന് മുന്നേ ഇവിടെ 3 ആയിരുന്നു കയറിയിരുന്നത്, അവിടെ പക്ഷെ 12 ഉള്ളായിരുന്നു. അപ്പോൾ 16 ഡിഫറൻസ് വരണമെങ്കിൽ 3 മുമ്പിലായിരിക്കും 16. ഓക്കെ, അവിടെ ഒരു 16 വരും. ആ 16-ഉം ഫിനൈലും തമ്മിൽ 16 ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ HFR കയറിയിരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. മൂന്നാമത്തെ കയറിയിരുന്നത് ആദ്യം 16 കയറിയുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷനിലാണ് കയറിയിരിക്കുന്നത്. പിന്നെ നാലാമത്തെ നോക്കുമ്പോൾ ഹിസ്റ്റഡിൻ, ബയോട്ടിൻ അങ്ങനെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കയറിയിരിക്കുന്നത്. നാലാമത്തെ ഫ്രാഗ്മെന്റ് ഇങ്ങനെയാണ് കയറിയിരിക്കുന്നത്. ഹിസ്റ്റഡിൻ കഴിഞ്ഞ് ബയോട്ടിൻ തമ്മിലൊരു ഡിഫറൻസ് അവർ പറഞ്ഞിരിക്കുന്നത് 12-ഉം 22-ഉം. അപ്പോൾ ഒരു 10-ന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അസി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് 22-ഉം 27-ഉമാണ്. അപ്പോൾ ഒരു 5-ന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ തൈമിനുമായിട്ട് 27-ഉം 44-ഉമാണ്. തൈമിനല്ല, THI എന്ന് പറയുന്നത് അത് 44-ആണ്. 27-44 അതൊരു 17-ന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ആ ഒരു സെഗ്മെന്റ് ഓഫ് DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഹിസ്റ്റഡിൻ നമുക്ക് മെത്തിയോണിൻ 0 മിനിറ്റ്സ് ആയിട്ടും ത്രിയോണിൻ 15 മിനിറ്റ്സ് ആയിട്ടും കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ സെഗ്മെന്റ്സ് ഒന്ന് നോക്കുക. നമുക്ക് ഹിസ്റ്റഡിൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് 59 മിനിറ്റ്. നമുക്ക് മെത്തിയോണിൽ നിന്ന് 0 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഹിസ്റ്റഡിൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഡിസ്റ്റൻസ് 17 + 15 + 12 + 15 വരും. അപ്പോൾ അതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് 59 തന്നെ വരും. അതിൻ്റെ കൂടെ പിന്നെ രണ്ടാമത്തെ AZI ഈസ് ലൊക്കേറ്റഡ് അറ്റ് 74 മിനിറ്റ്സ്. ഈ AZI എന്ന് പറഞ്ഞ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് നമുക്ക് ഇവിടം വരെ ഹിസ്റ്റഡിൻ വരെ 59 ആണെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 10, പിന്നെ അതായത് 64, പിന്നൊരു 59 + 10 69 + 5 74. അതാണ് ഇവിടുത്തെ 74 എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റീൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് 11 മിനിറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മെത്തിയോണിൻ കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ത്രിയോണിൻ ഉണ്ടായിരുന്നത്. ബട്ട് അതിനിടയ്ക്ക് സിസ്റ്റീൻ വന്നിട്ടുണ്ട്. അത് മെത്തിയോണിൻ തമ്മിൽ ഒരു 11 മിനിറ്റ്സ് ആയിരിക്കും ഉള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ബാക്ടീരിയൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. പക്ഷെ MAL എന്ന് പറയുമ്പോൾ 76 മിനിറ്റ്സ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് MAL യൂഷ്വലി അതിന് മുന്നല്ലേ, കാരണം 15, 12, 15 വരുമ്പോൾ ഒരു 42 മിനിറ്റ്സിലാണ് MAL ഇരിക്കുന്നത്. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 76 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് Aയും Bയും Cയും ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ററപ്റ്റഡ് മേറ്റിംഗ് എക്സ്പെരിമെന്റ്സ് വർ പെർഫോംഡ് യൂസിങ് 3 ഡിഫറെന്റ് HFR സ്ട്രെയിൻസ്. അപ്പോൾ ഈ HFR സ്ട്രെയിൻസിൽ നമുക്ക് ഇതുപോലെ തന്നെ നോക്കാം. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. ആ ഒരു സർക്കിൾ വരച്ചിട്ട് ഓക്കെ, ആ ഒരു സർക്കിൾ വരച്ചു. നമ്മൾ ആദ്യം മെത്തിയോണിൻ കിട്ടിയെന്ന് പറഞ്ഞു. മെത്തിയോണിൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ ആ ഒരു ടൈം ഓഫ് എൻട്രി ടൈമിലാണ് ഡിഫറൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ത്രിയോണിൻ കയറിയിരിക്കുന്നു. അതായത് ത്രിയോണിൻ മെത്തിയോണിൻ തമ്മിൽ ഒരു 12-ന്റെ ഡിഫറൻസ്, അത് STR തമ്മിൽ ഒരു 8-ന്റെ ഡിഫറൻസ്, ഫിനൈലാലനൈൻ തമ്മിൽ ഒരു 5-ന്റെ ഡിഫറൻസ്, പ്രൊലീൻ തമ്മിൽ ഒരു 15-ന്റെ ഡിഫറൻസ്. ഇവിടെ STR രണ്ടാമത്തെ HFR 2 നോക്കുകയാണെങ്കിൽ STRും PURും തമ്മിൽ, ഇവിടെ PUR പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രൊലീനാണ് വരുന്നത്. STR ഇവിടെ ഫിനൈലാലനൈൻ പിന്നെ പ്രൊലീൻ. ഓക്കെ, അവിടെ പക്ഷേ STRും പ്രൊലീനും തമ്മിൽ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് STRൻ്റെയും പ്രൊലീൻ്റെ ഇടയ്ക്ക് PUR വരുന്നുണ്ട്. പക്ഷേ അവിടെ അവർ തമ്മിലൊരു 13-ന്റെ ഡിഫറൻസേ ഒരു 13-ന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ STR കഴിഞ്ഞിട്ട് ഇവിടെ ഇടയ്ക്കൊരു PUR വരുന്നുണ്ട്. ആ PURും STRും തമ്മിൽ ഒരു 13-ന്റെ ഡിഫറൻസ് ആണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊലീൻ കഴിഞ്ഞിട്ട് ഹിസ്റ്റഡിൻ 35-ഉം പ്രൊലീൻ 35-ഉം ഹിസ്റ്റഡിൻ 45. അപ്പോൾ അവർ തമ്മിലൊരു 10 ഡിഫറൻസ് ഉണ്ട്. പിന്നെ മെത്തിയോണിനാണ് വരുന്നത്. അപ്പോൾ ആ മെത്തിയോണിനും ഹിസ്റ്റഡിനും തമ്മിൽ ഈ ടോട്ടൽ വരുന്ന ഒരു 10 ഡിഫറൻസ്, അവിടെ 45-ഉം 55 ആണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ നോക്കുമ്പോൾ പ്രൊലീന്, ഹിസ്റ്റഡിൻ, മെത്തിയോണിൻ ആ ഒരു ഡിഫറൻസ്, അതായത് പ്രൊലീൻ 2-ല്, ഹിസ്റ്റഡിൻ 12-ൽ, അപ്പോൾ ഒരു 10-ന്റെ ഡിഫറൻസ്, മെത്തിയോണിൻ 22, അതായത് വീണ്ടും 10-ന്റെ ഡിഫറൻസ്, പിന്നെ 42 സ്ട്രോൺഷ്യ, അതായത് STR വരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെഗ്മെന്റ്സ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ ഏതാണെന്ന് നോക്കുക. മെത്തിയോണിൻ, ത്രിയോണിൻ, STR, ഫിനൈലാലനൈൻ,
യൂറിൻ, പ്രൊലീൻ, യൂറിൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.